നമസ്കാരം. സോഫ്റ്റ്വെയർ ലോകത്തെ ഒരു പ്രധാന വിഷയത്തിലേക്ക് നമുക്കിന്ന് ആഴ്ന്നിറങ്ങാം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്, അതായത് ATD കുറിച്ചാണ്. അജൈൽ അലയൻസിന്റെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ ചർച്ച. എന്താണ് ATD? ഒരു സോഫ്റ്റ്വെയർ ഫീച്ചർ ഉണ്ടാക്കുന്നതിന് മുൻപ് അതിന്റെ ടെസ്റ്റ് എഴുതുക എന്ന് കേൾക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും? ഇതിന്റെ പ്രാധാന്യം, ഇതെങ്ങനെ ടീമുകൾ ഉപയോഗിക്കുന്നു, ഇതൊക്കെ നമുക്കിന്ന് വിശദമായി നോക്കാം. ശരി, അപ്പോൾ എന്താണ് ഈ ATD എന്നൊന്ന് പറയാമോ? തീർച്ചയായും. ATD എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ടെസ്റ്റുകൾ മുൻനിർത്തി ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ TTD, അതായത് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റുമായിട്ട് അതുമായി ഒരു സാമ്യമുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് എഴുതിയിട്ട് കോഡ് എഴുതുന്ന രീതിയില്ലേ? അതെ. അതുപോലെ, പക്ഷേ ATDD കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിലാണ്. ഒരു ഫീച്ചർ മുഴുവനായിട്ട് ഉണ്ടാക്കുന്നതിന് മുൻപ് ആ ഫീച്ചർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന അക്സെപ്റ്റൻസ് ടെസ്റ്റുകൾ എഴുതുന്നു. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഇത് ഡെവലപ്പർ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതല്ല. പല കാഴ്ചപ്പാടുള്ള ആൾക്കാർ, അതായത് കസ്റ്റമർ, ഡെവലപ്പർ, ടെസ്റ്റർ, ഇവരൊക്കെ ഒന്നിച്ചിരുന്നാണ് ഈ ടെസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സഹകരണം, അതാണ് ഇതിലെ പ്രധാന കാര്യമെന്ന് തോന്നുന്നു. ഈ 3 അമീഗോസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ടല്ലോ ഇതില്, അത് ഈ സഹകരണത്തെക്കുറിച്ചാണോ? ആരൊക്കെയാണ് ഈ കൂട്ടുകാര്? അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 3 അമീഗോസ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ 3 പേര് തന്നെ വേണമെന്നില്ല. പക്ഷേ ആ 3 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം ആ ചർച്ചയിൽ. ഒന്നാമത്തത് ബിസിനസ് അല്ലെങ്കിൽ കസ്റ്റമറുടെ ഭാഗം. അവരുടെ ചോദ്യം ഇതാണ്: നമ്മൾ എന്ത് പ്രശ്നമാണ് പരിഹരിക്കാൻ നോക്കുന്നത്? യൂസർക്ക് ശരിക്കും എന്താണ് വേണ്ടത്? ശരി. രണ്ടാമത്തേത് ഡെവലപ്മെന്റ് ടീം. അവർ ചിന്തിക്കുന്നത് ഈ പറയുന്ന ആവശ്യം എങ്ങനെ സോഫ്റ്റ്വെയർ ആക്കി മാറ്റാം, ഇത് ടെക്നിക്കലി നടക്കുമോ, എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഓക്കേ. മൂന്നാമത്തേത് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി ഭാഗം. അവർ നോക്കുന്നത് ഇതിലെന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, എവിടെയൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്, എഡ്ജ് കേസുകൾ ഏതൊക്കെയാണ്. അതായത് പോസിബിൾ പ്രശ്നങ്ങൾ. അതെ. ഈ 3 കാഴ്ചപ്പാടുകളും ഒരുമിക്കുമ്പോഴാണ് ആ ഫീച്ചറിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ കിട്ടുന്നത്. അപ്പം തുടക്കത്തിലെ ബിസിനസ് ആവശ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്, പിന്നെ അതിലെ ക്വാളിറ്റി പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് വരുന്നു. അതെ, കറക്റ്റ്. ഈ ചർച്ചയിലൂടെയാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വെറും ടെസ്റ്റ് കേസുകൾ മാത്രമല്ല, ആ ഫീച്ചറിനെക്കുറിച്ച് എല്ലാവർക്കും ഒരേ ധാരണ ഉണ്ടാക്കാനുള്ള ഒരു വഴി കൂടിയാണത്. അവ്യക്തതകളൊക്കെ തുടക്കത്തിലേ മാറ്റാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ ആക്സെപ്റ്റൻസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് യൂസർക്ക് സിസ്റ്റം എങ്ങനെയാണ് വേണ്ടത് എന്നതിന്റെ ഉദാഹരണങ്ങൾ പോലെയാണ്, അല്ലേ? ഒരു സ്പെസിഫിക്കേഷൻ പോലെ തന്നെയായി അത് മാറുന്നുണ്ടാവണമെന്ന്. അതെ, ശരിയാണ്. സിസ്റ്റം എങ്ങനെ പെരുമാറണം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളായിട്ടാണ് ഈ ടെസ്റ്റുകൾ വരുന്നത്. അതുകൊണ്ട് ഇതിനെ എക്സിക്യൂട്ടബിൾ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയാറുണ്ട്. അതായത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സ്പെസിഫിക്കേഷനുകൾ. പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സ്പെസിഫിക്കേഷനുകൾ. അതെ, കാരണം ഈ ടെസ്റ്റുകൾ പിന്നീട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ ഇപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓട്ടോമേഷൻ. മിക്ക ടീമുകളും ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് കാര്യക്ഷമത കൂട്ടും, ഫീഡ്ബാക്ക് വേഗത്തിൽ കിട്ടും, മാനുവൽ ടെസ്റ്റിംഗിന്റെ ഭാരം കുറയും. അറിയാം. അതെ, അതൊരു വലിയ ഗുണമാണ്. ഡെവലപ്പർക്ക് ഒരു വ്യക്തമായ ലക്ഷ്യം മുന്നിലുണ്ട്. ഓരോ സ്റ്റെപ്പിലും അവർക്ക് ഈ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം, ശരിയായ ദിശയിലാണോ പോക്കുകയെന്ന്. പിന്നെ കോഡ് മാറ്റുമ്പോൾ, റീഫാക്ടർ ചെയ്യുമ്പോഴൊക്കെ പഴയ കാര്യങ്ങൾ ബ്രേക്കായിട്ടില്ല എന്ന് ഉറപ്പിക്കാനും ഇത് നല്ലതാണ്. ഇവിടെയാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യത. ഈ ATD എന്നല്ലാതെ വേറെ ചില പേരുകളും കേൾക്കാറുണ്ട്. സ്റ്റോറി ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്, STDD, പിന്നെ സ്പെസിഫിക്കേഷൻ ബൈ എക്സാമ്പിൾ, ബിഹേവിയർ ഡ്രിവൺ ഡെവലപ്മെന്റ്, BDD. ഇതൊക്കെ ഇതുതന്നെയാണോ, അതോ വ്യത്യാസമുണ്ടോ? നല്ല ചോദ്യമാണ്. ഈ പേരുകളെല്ലാം അടിസ്ഥാനപരമായി ഒരേ കാര്യമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് സഹകരിച്ച് ആവശ്യകതകൾ മനസ്സിലാക്കുക, അതിനെ ടെസ്റ്റുകളായോ ഉദാഹരണങ്ങളായോ എഴുതുക, ഡെവലപ്മെന്റിനൊരു ദിശ കൊടുക്കുക. ഇതുതന്നെ. പക്ഷേ ഓരോ പേരും ചില പ്രത്യേക കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുന്നു എന്ന് മാത്രം. ഉദാഹരണത്തിന് ഇപ്പോൾ സ്പെസിഫിക്കേഷൻ ബൈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉദാഹരണങ്ങളിലൂടെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനാണ് പ്രാധാന്യം. ബിഹേവിയർ ഡ്രിവൺ ഡെവലപ്മെന്റ് അഥവാ BDD ആണെങ്കിൽ സിസ്റ്റത്തിന്റെ പെരുമാറ്റത്തിൽ, അതായത് ബിഹേവിയറിലാണ് കൂടുതൽ ശ്രദ്ധ. ബിഹേവിയർ. അതെ. ഈ ഗിവൺ വെൻ ദെൻ ഫോർമാറ്റിൽ ടെസ്റ്റ് എഴുതുന്നത് സാധാരണ BDDയുടെ ഭാഗമായിട്ടാണ് കാണാറ്. അത് ബിസിനസ് ആളുകൾക്ക് കൂടി എളുപ്പം വായിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ.
എന്നാൽ ഈ വ്യത്യാസങ്ങളെക്കാളൊക്കെ പ്രധാനം ഇവയെല്ലാം ഒരേ ലക്ഷ്യമാണ് പങ്കിടുന്നത് എന്നതാണ്. അവസാനം നല്ല കമ്മ്യൂണിക്കേഷൻ, തെറ്റിദ്ധാരണ ഒഴിവാക്കൽ, ശരിയായ സാധനമുണ്ടാക്കുക, അതിന് സഹായിക്കുന്ന രീതികളാണ് ഇവയെല്ലാം. അതുകൊണ്ട് പലപ്പോഴും ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചു കാണാറുണ്ട്. അപ്പോൾ അടിസ്ഥാന തത്വം ഒന്നുതന്നെ: സഹകരണം, ഉദാഹരണങ്ങൾ, മുൻകൂട്ടിയുള്ള പ്ലാനിംഗ്. ഈ രീതി കൊണ്ട് കിട്ടുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാകും? ഒരുപാട് ഗുണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സോഫ്റ്റ്വെയറിന്റെ ഡിസൈനിനെ നന്നായി സ്വാധീനിക്കും എന്നതാണ്. ഡിസൈനിനെയോ? അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, TDD യൂണിറ്റ് ടെസ്റ്റ് എഴുതാൻ എളുപ്പമുള്ള കോഡ് ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന്. അതുപോലെ ATDD ഫങ്ഷണൽ ലെവലിൽ, അതായത് ഒരു ഫീച്ചർ മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റർഫേസുകളും ആർക്കിടെക്ചറും ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കും. കാരണം ഒരു ഫീച്ചറിന്റെ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ ആ ഫീച്ചറിന് പുറത്തുനിന്ന് ടെസ്റ്റ് ചെയ്യാനൊരു വഴി വേണ്ടേ? വേണം. പലപ്പോഴും ആപ്ലിക്കേഷന്റെ UI വഴി മാത്രം ടെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. UI മാറിയാൽ ടെസ്റ്റ് പൊട്ടും. ശരിയാണ്. അപ്പോൾ ATDD ചെയ്യുമ്പോൾ ടീമുകൾ UIക്ക് താഴെയുള്ള ലെയറുകളിൽ, ചിലപ്പോൾ API ലെയറിലോ മറ്റോ, ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഡിസൈനിൽ തന്നെ ഉൾപ്പെടുത്താൻ നോക്കും. ഇത് സോഫ്റ്റ്വെയറിനെ കൂടുതൽ ടെസ്റ്റബിൾ ആക്കും. ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ളതാക്കും. അതെ, ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ള കോഡ് സാധാരണയായി മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. കാരണം അത് കുറച്ചുകൂടി ചിട്ടയായിട്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടാവും. ലോജിക്കലായിരിക്കും. അതെ. അപ്പോ ATDD നല്ല ഡിസൈൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാം. പിന്നെ തുടക്കത്തിലേ കാര്യങ്ങൾ വ്യക്തമാവുന്നതുകൊണ്ട് പിന്നെ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നത് കുറയും. അപ്പോൾ സമയവും പണവും ലാഭം. ശരിയാണ്. തുടക്കത്തിലേയുള്ള ആ വ്യക്തത, അത് വലിയ കാര്യമാണ്. എന്നാൽ ഈ രീതിയിൽ പോകുമ്പോൾ എന്തെങ്കിലും സാധാരണയായി സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലും പിറ്റ്ഫോൾസ്? തീർച്ചയായും ഉണ്ട്. ഒരു പ്രധാന വെല്ലുവിളി ഈ ATDD എന്ന ആശയവും ചില ടൂളുകളും തമ്മിൽ ഭയങ്കരമായി ബന്ധിപ്പിക്കുന്നൊരു പ്രവണതയാണ്. ഫിറ്റ്നസ്, ക്യൂക്കംബർ, റോബോട്ട് ഫ്രെയിംവർക്ക് പോലുള്ള ടൂളുകളിലെ ഇവ ATD-BDD ചെയ്യാൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ടൂളുകളുമാണ്. പക്ഷേ ആ ടൂളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചിലപ്പോൾ പ്രശ്നമാകും. അതെങ്ങനെ? ടൂളുകൾ സഹായിക്കുകയല്ലേ വേണ്ടത്? സഹായിക്കണം. പക്ഷേ ATDDയുടെ ശരിക്കുള്ള കാതൽ എന്താ? ആ 3 എമിഗോസ് തമ്മിലുള്ള സംസാരവും സഹകരണവുമാണ്. ടൂളുകൾ ആ സംസാരത്തെ സഹായിക്കാനും തീരുമാനിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്താനും പിന്നെ ഓട്ടോമേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. പക്ഷെ ചിലപ്പോൾ ടൂളിന്റെ ടെക്നിക്കൽ കോംപ്ലക്സിറ്റി കാരണം, അല്ലെങ്കിൽ അതിന്റെ സിൻടാക്സ് കാരണം, ബിസിനസ് ആളുകൾക്ക് ചിലപ്പോൾ ഈ ടെസ്റ്റുകൾ വായിക്കാനോ അതിൽ പങ്കെടുക്കാനോ പറ്റാതെ വരും. അപ്പോ സഹകരണം എന്ന ലക്ഷ്യം നടന്നില്ലെങ്കിൽ? അതെ, അപ്പോൾ കാര്യമില്ലാതാവും. ഉദാഹരണത്തിന് ക്യുക്കുംബറിൽ ഗെർക്കിൻ ഭാഷയിലാണല്ലോ എഴുതുന്നത്. അത് നാച്ചുറൽ ലാംഗ്വേജ് പോലെ തോന്നുമെങ്കിലും അത് കൃത്യമായി എഴുതാനും മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് ശ്രദ്ധ വേണം. അതിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ശരിക്കും നടക്കേണ്ടിയിരുന്ന ആ ഫീച്ചറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചിലപ്പോൾ നടക്കില്ല. ടൂൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാവും പിന്നെ ചർച്ച. അത് ശരിയാണ്. ടൂൾ ഒരു തടസ്സമാകാൻ പാടില്ല. ഓർക്കേണ്ടതിതാണ്, ടൂൾ സംസാരത്തെ സഹായിക്കാനാണ്, സംസാരത്തിന് പകരമാവാനല്ല. ടൂൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വഴങ്ങണം. സംസാരത്തിനാണ് എപ്പോഴും പ്രാധാന്യം. വളരെ കറക്റ്റായ പോയിന്റാണ്. ടെക്നോളജി ലക്ഷ്യം മറക്കാനൊരു കാരണമാകരുത്. ഇത് ആളുകൾ തമ്മിലുള്ള ധാരണയുടെ കാര്യമാണ്. ഇനി ഇതിന്റെ ഒരു ചരിത്രം കൂടി നോക്കിയാലോ? ഇത് എങ്ങനെയാണ് തുടങ്ങിയത്? കെന്റ് ബെക്ക് ഇതിനെ ആദ്യം അത്ര പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് കേട്ടല്ലോ. അതെ, അതിനൊരു കഥയുണ്ട്. കെന്റ് ബെക്ക് TDD കൊണ്ടുവന്ന ആളാണല്ലോ. അദ്ദേഹം 2003 ആ ഫേമസ് പുസ്തകമില്ലേ, ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് ബൈ എക്സാമ്പിൾ? ഉണ്ട്. അതിൽ ഈ ഹയർ ലെവൽ ടെസ്റ്റുകൾ, അതായത് കസ്റ്റമർ ടെസ്റ്റുകൾ വെച്ച് ഡെവലപ്മെന്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. അന്ന് ഇത് പ്രാക്ടിക്കലായി ചെയ്യാൻ നല്ല ടൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതത്ര നടപ്പുള്ള കാര്യമല്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തില്ല, ഒരു തരത്തിൽ തള്ളിക്കളഞ്ഞു. അപ്പൊ തുടക്കത്തിൽ അത്ര സ്വീകാര്യതയില്ലായിരുന്നു കെന്റ് ബെക്കിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഏകദേശം അതേ സമയം 2003-4 കാലഘട്ടത്തിൽ വാർഡ് കണ്ണിംഗ്ഹാം, വിക്കിയുടെ ഉപജ്ഞാതാവ്, ഫിറ്റ് എന്നൊരു ടൂൾ ഉണ്ടാക്കി. ഫിറ്റ്? അതെ, ഫ്രെയിംവർക്ക് ഫോർ ഇൻറ്റഗ്രേറ്റഡ് ടെസ്റ്റ്. പിന്നെ അതിന്റെ വിക്കി ബേസ്ഡ് വേർഷൻ ഫിറ്റ്നസും വന്നു.
ഈ ടൂളുകൾ ഉപയോഗിച്ച് ടേബിൾ രൂപത്തിലൊക്കെ അക്സെപ്റ്റൻസ് ടെസ്റ്റ് എഴുതാനും അത് ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റി. ഇത് ബിസിനസ് അനലിസ്റ്റുകൾക്കും ടെസ്റ്റർമാർക്കുമൊക്കെ കുറച്ചുകൂടി എളുപ്പമായി തോന്നി. ആഹാ. അപ്പൊ ഈ ഫിറ്റ്നസ് ഒക്കെ പോപ്പുലർ ആയതോടെ കെന്റ് ബെക്ക് ആദ്യം പറഞ്ഞ സംശയങ്ങൾക്കിടയിലും ഈ അക്സെപ്റ്റൻസ് ടെസ്റ്റ് ആദ്യം എഴുതുന്ന രീതി ആളുകൾ പരീക്ഷിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇത് ശരിക്കും വളർന്നു വന്നത്. കമ്മ്യൂണിറ്റിയുടെ ആവശ്യകതയും ഈ ടൂളുകളുടെ സപ്പോർട്ടും കൂടിയായപ്പോൾ ATDD ഒരു അംഗീകൃത രീതിയായി മാറി. ഒരാളുടെ ഐഡിയ എന്നതിനേക്കാൾ ഒരു കൂട്ടായ്മയുടെ കണ്ടെത്തലെന്ന് പറയാം. കൊള്ളാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരി, ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക്, ഒരു പഠിതാവിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന് ഇതിൽ നിന്ന് എന്താണ് പ്രധാനമായും ഓർമ്മയിൽ വെക്കേണ്ടത്? ഈ ചർച്ചയുടെ ഒരു കാതൽ എന്തായിരിക്കും? പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ATDD എന്നത് ഒരു ടെസ്റ്റിംഗ് ടെക്നിക്ക് മാത്രമായിട്ട് കാണരുത്. ഇതൊരു സഹകരണത്തിൻ്റെ രീതിയാണ്, ഒരു കൊളാബറേറ്റീവ് സ്ട്രാറ്റജി. ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, ആ റിക്വയർമെൻറ്റ്സിനെക്കുറിച്ച് വ്യക്തത വരുത്തുക എന്നതാണ്. ടീമിലെ എല്ലാവർക്കും, ആ ബിസിനസ്, ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ് കാഴ്ചപ്പാടുള്ളവർക്കെല്ലാം ഇടയിൽ നല്ലൊരു ധാരണയും സംസാരവും ഉണ്ടാക്കുക. അതാണ് പ്രധാനം. വ്യക്തതയും സഹകരണവും. അതെ. ഈ സഹകരണത്തിലൂടെ, വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് ശരിക്കും യൂസർക്ക് വേണ്ടതും ബിസിനസ്സിന് ഗുണമുള്ളതുമായ ഒന്നാണെന്ന് ഉറപ്പാക്കാൻ പറ്റും. തുടക്കത്തിലെ ആ വ്യക്തത കിട്ടുന്നതുകൊണ്ട് പിന്നീട് ഒരുപാട് തിരുത്തലുകൾ ഒഴിവാക്കാം, സമയം ലാഭിക്കാം, തെറ്റായ സാധനം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാം. ചുരുക്കത്തിൽ ATDD വ്യക്തതയ്ക്കും സഹകരണത്തിനും കമ്മ്യൂണിക്കേഷനും പ്രാധാന്യം കൊടുത്ത് ശരിയായ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ സഹായിക്കുന്നൊരു വഴിയാണ്. ടെസ്റ്റിംഗ് അതിൻ്റെ ഒരു ഭാഗമല്ലെങ്കിൽ ഒരു ഫലം മാത്രമാണ്. വളരെ നന്നായി വിശദീകരിച്ചു. ATDDയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ആ സഹകരണത്തിന്റെ പ്രാധാന്യം, 3 അമിഗോസ്, വ്യക്തത, പിന്നെ ടൂളിനേക്കാൾ സംസാരത്തിനുള്ള സ്ഥാനം, ഡിസൈനിലുള്ള സ്വാധീനം, ഇതൊക്കെ നന്നായി മനസ്സിലായി. സന്തോഷം. ഒന്നുകൂടി ഓർത്തുവെക്കാൻ: 1. ആ 3 കാഴ്ചപ്പാടുകൾ ഒരുമിക്കുന്നത്, 3 അമിഗോസ്. 2. കോഡ് എഴുതും മുൻപേ ടെസ്റ്റ് ഉദാഹരണം റെഡിയാക്കുന്നത്. 3. ടൂളുകൾ സംസാരത്തെ സഹായിക്കാനാണ്, തടസ്സപ്പെടുത്താനല്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് കിങ്. ശരി. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ആലോചിച്ചു നോക്കാൻ ഒരു കാര്യം: നിങ്ങളുടെ ടീമിലോ പ്രോജക്റ്റിലോ ഈ 3 അമിഗോസ് ചർച്ചകൾ, ബിസിനസ്, ഡെവ്, ടെസ്റ്റ്, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഇപ്പോ എങ്ങനെയാണ് നടക്കുന്നത്? അത് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ എന്തു പറ്റും? ഒരു പുതിയ ഫീച്ചർ തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ അക്സെപ്റ്റൻസ് ടെസ്റ്റുകൾ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് ഗിവൻ, വെൻ, ദെൻ ഉദാഹരണങ്ങളായിട്ടെങ്കിലും ഒന്നൊരുമിച്ചിരുന്ന് എഴുതി നോക്കിയാൽ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ രീതിയിൽ എന്ത് മാറ്റം കൊണ്ടുവരും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അക്സെപ്റ്റൻസ് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് എന്ന വിഷയത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.